UK, യൂറോപ്പ്, കാനഡ, USA ഇതെല്ലാം ഇന്ത്യക്കാരുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. ഗൾഫ് നഗരങ്ങൾ വിട്ട് ഈ രാജ്യങ്ങളിലേക്ക് പോകാനാണ് പലരും നമ്മൾ കൊള്ളുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ 2.5 ലക്ഷം രൂപ സാലറി എന്ന് കേട്ടിട്ടുണ്ട് മാസം. പിന്നെ മണിക്കൂറിന് $8 ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ ചിലവുകളെ കുറിച്ച് പലരും കേട്ടിട്ടില്ല. അവിടെ ടാക്സ് ഉണ്ട്, പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ വേണം, റൂം റെൻറ്റ്, ഇലക്ട്രിസിറ്റി, വെള്ളം, മറ്റിതര ചിലവുകൾ, അതുപോലെ ഈ വൃദ്ധജനങ്ങളെ നോക്കാനുള്ള ടാക്സ്, ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം, ഇതെല്ലാം കഴിഞ്ഞ് ആകെ കൂടി കേട്ടിരുന്നത് ഒരു 20,000-30,000 രൂപ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് മാറും. അങ്ങനെയാണ് അവിടുത്തെ ചിലവുകൾ. UK എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ പലരും കേട്ടിട്ടുള്ളൂ. അങ്ങോട്ട് ചിലവാകുന്നതിനെ കുറിച്ച് പലരും പറയാണ്ടിരിക്കുകയാണ്. 35% ടാക്സ് ഉണ്ട് UK നമ്മൾ കൊടുക്കേണ്ടി വരും, 35%. പിന്നെ 5% ഈ വൃദ്ധജനങ്ങളെ നോക്കുന്നതിന് കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് പുറമെ മറ്റ് ചിലവുകളുണ്ട്. ഇലക്ട്രിസിറ്റി മറ്റേതെല്ലാം ഉണ്ട്. യാത്ര ചിലവ്, പെട്രോൾ അടിക്കാനുള്ള കാശ്, ഇങ്ങനെ ചിലവുകൾ നിരവധിയാണ്. ഭക്ഷണത്തിനുള്ള പൈസ, അതുപോലെ റൂം റെൻറ്റ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വല്ലതും കിട്ടിയാൽ മെച്ചമായി, അത്ര തന്നെ. അപ്പോൾ പലരും ആലോചിക്കാണ്ട് ഒറ്റ ലോണൊക്കെ എടുത്ത് യൂറോപ്പിലൊക്കെ പോണേ 20 ലക്ഷം 25 ലക്ഷം ചിലവ് വരും. USA കാനഡയ്ക്കാണെങ്കിൽ ഒരു 40-45 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് വരും. ഇതെല്ലാം ബാങ്ക് ലോൺ എടുത്തിട്ടാണ് അവർ പോകുന്നത്. അവിടെ പോയിട്ട് ഈ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടിക്കണം. ആകെ കിട്ടുന്നത് ഇത്രയും. അപ്പോൾ മിച്ചം ഒന്നുമില്ലാതെ അവസ്ഥ വരും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ താമസം, ഭക്ഷണം, അതുപോലെ മറ്റുള്ള ചിലവുകളെല്ലാം ഫ്രീ ആണ്. നെറ്റ് എമൗണ്ട് ഇപ്പോൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 കിട്ടും, 30,000 എന്ന് പറഞ്ഞാൽ 30,000 കിട്ടും. അപ്പോൾ ഗൾഫിനേക്കാളും മെച്ചം എന്ന് പറഞ്ഞിട്ടാണ് പലരും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഗൾഫിനേക്കാളും മെച്ചമല്ല, താഴെയാണ്. ഇതാലോചിച്ചാൽ നല്ലത്. എന്താണ് കുറേ പൈസ? ഓക്കെ, ഇവിടെ കിട്ടുന്ന കെയറോമയിൽ പോയി കഴിഞ്ഞാൽ തന്നെ 2-2.5 ലക്ഷം രൂപ സാലറി കിട്ടും. ഓക്കെ, 2-2.5 ലക്ഷം രൂപ സാലറി ഒരു മാസം എന്ന് പറഞ്ഞാൽ നല്ല പൈസയാണ്. ടാക്സ് കൊടുക്കണ്ടേ, റെന്റ് കൊടുക്കണ്ടേ, ഫുഡ് ഉണ്ടാക്കണ്ടേ, ഇതെല്ലാം ചെയ്യണ്ടേ? ഇത് 2 ലക്ഷം രൂപയില് എല്ലാം കൊടുത്ത് ലോൺ അടയ്ക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് കയ്യില്? അതല്ലേ, അത് തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്. ഇവിടെ അതൊന്നും കൊടുക്കണ്ട, റെന്റ് കൊടുക്കണ്ട, ഫുഡ് വെക്കണ്ട, വീട്ടില് ലോണില്ല, ഹാപ്പി ആയിട്ട് നിൽക്കാം. അപ്പൊ ആൾക്കാർ ഈ പൈസ ഇവിടെ കിട്ടിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെയും ജോലി കിട്ടാനുള്ള ഒരു പാട് കാരണം കുറെ പേര് പോണേണ്.